ഈ കോൺഫിഡൻസ് ഒക്കെ നല്ലതാ. പക്ഷെ റഫീഞ്ഞക്കുള്ള പോലുള്ള കോൺഫിഡൻസ് ആണെങ്കിൽ ചിലപ്പോൾ നല്ല പണി കിട്ടും. മാച്ചിന് മുന്നേ അർജന്റീനയെ റഫീഞ്ഞ വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, ആ ഒരു വെല്ലുവിളിയിൽ വളരെ വലിയൊരു ഡിസ്റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് പേഴ്സണലി അതൊന്നും ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്ന ഒരാളല്ല ഞാൻ. ഫുട്ബോളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആൻഡ് ഇവർ തമ്മിലുള്ള റൈവൽറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സാധാരണമാണ്. ആൻഡ് ഫുട്ബോൾ ഫാൻസ് ആയിട്ട് നമ്മളിതൊക്കെ എൻജോയ് ചെയ്യും. ബട്ട് ഗൈസ്, 4-1 അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ചത്. ഒരു ക്ലോസ് മാച്ച് ഒന്നല്ല കേട്ടോ. ലൈക്ക് സീരിയസ്ലി റഫീഞ്ഞ ഗോൾ അടിക്കുമെന്ന് പറഞ്ഞു. റഫീഞ്ഞ എന്നല്ല, ആ ഒരു ഹോൾ ബ്രസീൽ ടീമിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യ ഒക്കെ കുട്ടിക്കാലത്ത് ബ്രസീൽ വേഴ്സസ് അർജന്റീന എന്നൊക്കെ പറയുമ്പോൾ ഒരു റൈവൽറി ഉണ്ടേനോ. ഇപ്പം അതൊന്നുമില്ല. കഴിഞ്ഞ 5 മാച്ചില് ബ്രസീലിന് 0 വിൻ. ആൻഡ് അവരുടെ സ്ക്വാഡൊക്കെ നോക്കുമ്പോൾ പകുതി പ്ലേയേഴ്സിനെ നമ്മളൊന്നും ആക്ച്വലി കേട്ടിട്ട് പോലുമില്ല. ടു ബി ഹോണസ്റ്റ്, മാച്ച് റിവ്യൂ ആയിട്ടൊക്കെ പറയാൻ ഈ ഒരു മാച്ച് ഫുള്ള് കാണാനുള്ള ഒരു ഭാഗ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇന്ത്യയിൽ അർജന്റീന വേഴ്സസ് ബ്രസീൽ മാച്ചിന് ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തപ്പിയിട്ട് എനിക്ക് നല്ല ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ കിട്ടിയതിലൊക്കെ ലോഡിങ്ങും ആഡ്സും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിട്ട് കളി കാണാൻ പറ്റിയിട്ടില്ല. മാച്ച് കാണുന്ന ബ്രസീൽ ഫാൻസിന് തുടക്കം തൊട്ടേ ഒരു പ്രതീക്ഷയും അർജന്റീന കൊടുത്തിട്ടില്ല കേട്ടോ. ഇന്റെ ക്രഷ് തന്ന പോലെ ഫാൾസ് ഹോപ്പൊന്നും ഇവരാർക്കും കൊടുക്കണില്ല. നല്ല കാര്യം. 15 മിനിറ്റ് ആയപ്പോഴേക്ക് ഒരു 2 സ്കോർ ചെയ്തു. അൽവാരസ് ആൻഡ് എൻസോ ഫെർണാണ്ടസ്. 26 മിനിറ്റിൽ റൊമേറോയുടെ മിസ്റ്റേക്ക് എന്ന് കുഞ്ഞ ഒരു ഗോളൊക്കെ ബ്രസീലിന് വേണ്ടിയിട്ട് സ്കോർ ചെയ്തെങ്കിലും 37 മിനിറ്റില് അതും തീരുമാനമായി. മക്കാലിസ്റ്റർ 3ാമത്തെ ഗോൾ സ്കോർ ചെയ്തു. ആക്ച്വലി അർജന്റീന സ്കോർ ചെയ്ത 4th ഗോൾ സിമിയോണിന്റെ ഗോൾ. ആ ലെഫ്റ്റ് ബാക്ക് ഒക്കെ, ബ്രസീലിന്റെ ലെഫ്റ്റ് ബാക്ക് ഒക്കെ എന്താ അവിടെ ചെയ്യണ്ടേ? ഓവറോൾ മാച്ചില് വളരെ പൂർ ആയിട്ടുള്ള ഒരു ഡിഫെൻഡിങ് ആൻഡ് അറ്റാക്കേഴ്സിന്റെ കാര്യത്തില് നല്ല ക്വാളിറ്റി ഉള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട് എന്ന് മാറ്റി നിർത്തിയ ഓരെന്താ ചെയ്യണ്ട് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഓൽക്കും ഒരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല. പോർച്ചുഗലിനെ പോലെ റഫീഞ്ഞ പിച്ചിന് പുറത്ത് നടത്തിയ ഡിസ്റെസ്പെക്റ്റിന് മാച്ചിന് ശേഷം ഓഫ് കോഴ്സ് ആൾക്ക് പുറത്തുനിന്ന് ഇഷ്ടം പോലെ ഊക്ക് തലങ്ങും വെലങ്ങും കിട്ടുന്നുണ്ട്. അതൊക്കെ നമുക്ക് സഹിക്കാം. പക്ഷേ പിച്ചിനകത്ത് വെച്ച് ഓൾറെഡി നമ്മൾ 4-1 തോറ്റ് നിൽക്കുകയാണ്. ഈ പ്ലേയേഴ്സൊക്കെ എങ്ങനെങ്കിലും ഗോൾ അടിച്ച് നാണക്കേടിന്റെ ലെവലൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു കാണുന്നത് എന്താ? എമി മാർട്ടിനസ് സ്വന്തം പോസ്റ്റിന്റെ മുന്നിലെ ജഗിൾ ചെയ്ത് കളിക്കുക. വേറെപ്പം എന്താ? അർജന്റീന ആൻഡ് ബ്രസീൽ ഫാൻസ്, മാച്ചിന് ശേഷമുള്ള നിങ്ങളുടെ ഹോണസ്റ്റ് തോട്ട്സ്, അല്ലെങ്കിൽ മറ്റൊരു ട്രോളാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെല്ലാം പ്ലീസ് കമൻറ്റ് ചെയ്യുക. എനിക്കും അത് കാണണമെന്നുണ്ട്. ആൻഡ് ബ്രസീൽ ഫാൻസിന് എന്തെങ്കിലും എക്സ്ക്യൂസസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യ്. എക്സ്ക്യൂസസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസസ് നടത്തി പരിചയമുള്ള നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് 2 ബിഗ് അപ്ഡേറ്റ്സ്. ആൻഡ് ഒന്ന് ഒഫീഷ്യലാണ്. നിങ്ങളെല്ലാവരും കേട്ട പോലെ നമ്മുടെ ന്യൂ കോച്ച് ഡേവിഡ് കാട്ടാളൻ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കോച്ചിനെയാണ് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് പൊതുവെയുള്ള ഒപ്പീനിയൻ ഈസ് നോട്ട് ഗുഡ്. ഫാൻസ് ആർ നോട്ട് ഹാപ്പി. ആളുടെ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കുമ്പോൾ അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല. ആൻഡ് നമ്മളൊരു ട്രോഫി അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ സീസണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഒരാളാണോ ഇത് എന്നുള്ള ഒരു ചോദ്യത്തിൽ ഫാൻസിനെ സംബന്ധിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല. ആൻഡ് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ഒപ്പീനിയൻ പറയാൻ ഞാൻ ഇയാളെ പറ്റി ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ട്. സോ there is always a next season. സ്ക്വാഡിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ SD തന്നെ പറഞ്ഞു കുറേ അധികം സൈനിങ്സ് ഡണ്ണാണ്, അല്ലെങ്കിൽ കുറേ പ്ലേയേഴ്സിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ. അതിലുള്ളതാണോ അല്ലേന്നൊന്നും അറിയില്ല. ഒരു റൂമർ കേൾക്കുന്നു, മുന്നേ ISL ജംഷഡ്പൂർ FC വേണ്ടി കളിച്ചിട്ടുള്ള സെർജിയോ കസ്റ്റൽ ഒരു കിഡ്ലൻ പ്ലെയർ, ഒരു കിഡ്ലൻ സ്ട്രൈക്കർ ആണ്. അതിലൊന്നും ഒരു സംശയമില്ല, ആളെ KBFC നോട്ടമിടുന്നു എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഓഫ് കോഴ്സ് ഫാൻസ് അത്രയ്ക്ക് ഹാപ്പി അല്ല. കാരണം ഈ ഒരു പ്ലെയർക്ക് വലിയൊരു ഇഷ്യൂ ഉണ്ട്, ഇഞ്ചുറീസ്. ആൾ ലാസ്റ്റ് സൈൻ ചെയ്ത മാർബല്ല FC ഒരൊറ്റ മാസം നിന്നിട്ടുള്ളൂ. ചില ഫിസിക്കൽ ഇഷ്യൂസ് കാരണം അവർ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാണ് ഉണ്ടായത്. അതുകൊണ്ട് മാത്രമാണ് ആളിപ്പോൾ ഫ്രീ ഏജന്റ്. സോ അഗെയിൻ ഫാൻസ് ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിലുള്ള ഫുള്ളി ഫിറ്റായ ഒരു പ്ലെയർക്ക് പകരം ഇങ്ങനെ ഒരു പ്ലെയർ എടുത്ത് റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.